അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ക്ലാസ്സാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഹദീസ് വായിച്ചാലോ? അപ്പം ഈ ഹദീസ് ഇംഗ്ലീഷിലാണ്. ഞാൻ അതിൻ്റെ റെഫറൻസ് തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മലയാളത്തിൽ നിങ്ങൾക്ക് തന്നെ വായിക്കാം. ഇത് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. Ali radiallahu anhu narrated that Allah's Messenger sallallahu alaihi wasallam said, "Whoever reads Quran and learns it by heart and regards its lawful words as lawful and unlawful as forbidden will be admitted into paradise by Almighty Allah, who will also accept his intercession in respect of such 10 persons of his family who will have been doomed to hell." Tirmidhi 3069 and Ahmad 1277 and 1267. ഒന്നുകൂടെ വായിക്കാം. Ali radiallahu anhu narrated that Allah's Messenger sallallahu alaihi wasallam said, "Whoever reads Quran and learns it by heart and regards its lawful words as lawful and unlawful as forbidden will be admitted into paradise by Almighty Allah, who will also accept his intercession in respect of such 10 persons of his family who will have been doomed to hell." Tirmidhi 3069 and Ahmad 1277 and 1267. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാനം ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, അതൊരു ടാസ്ക്കാണ്, ഒരു ആക്ടിവിറ്റിയാണ്. അത് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ആരെങ്കിലും ഇപ്പം തന്നെ ഈ വീഡിയോ മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടിട്ട് നിങ്ങൾ പോയിക്കോ. ഓക്കെ, അപ്പം ഞാൻ ഒരു സ്വപ്നത്തിനെ കുറിച്ച് നിങ്ങളോട് പറയാം. ഞാൻ ഇന്ന് രാവിലെ വായിച്ചതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രീമാണ്, സ്വപ്നമാണ്. ഇമാം അഹ്മദ് ഇബ്ൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വപ്നത്തിൽ കാണും, ലൈക്ക് സ്വപ്നത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാണും. ഓക്കെ, അപ്പം അദ്ദേഹം അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹു നീയായിട്ട് അടുക്കാൻ പറ്റുന്ന രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ നീയായിട്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് അടുക്കാൻ പറ്റുന്നത്? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, എൻ്റെ കലാം, അള്ളാഹുവിൻ്റെ ഖുർആൻ. അപ്പോൾ അദ്ദേഹം ചോദിക്കും, അള്ളാഹുവെ അത് അർത്ഥം മനസ്സിലാക്കിയാണോ അല്ലെങ്കിൽ മനസ്സിലാക്കാതെയും പറ്റുമോ എന്നുള്ള രീതിയിൽ അദ്ദേഹം അള്ളാഹുവിനോട് ചോദിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, രണ്ട് രീതിയിലും നിങ്ങൾക്ക് ആ ലക്ഷ്യം പറയുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ഇംഗ്ലീഷിൽ അത് വായിക്കാം. ഇമാം അഹ്മദ് ഇബ്ൻ ഹംബൽ says, I saw Almighty Allah subhanahu wa ta'ala in a dream and said to him, "O Lord, what is that which can bring us near to thee?" Allah said, "O Ahmed, it is my word." My word എന്ന് പറയുമ്പോൾ the Quran. I inquired, is it only reading with understanding the meaning or reading without understanding? Allah subhanahu wa ta'ala said, in both ways you can achieve your object. Now ഇത് actually ഈ book, what is the Holy Quran and how to recite it as it was revealed upon the Prophet Muhammad sallallahu alaihi wasallam by Qari Ahmad Saeed. ഇത് ദാറുസ്സലാം പബ്ലിക്കേഷൻ്റെ ബുക്കാണ്. അപ്പം ഞാൻ ഈ ഒരു ഡ്രീം പറയാനുള്ള കാരണം, നമുക്ക് അർത്ഥം മനസ്സിലാക്കി ഓതണ്ടെന്നല്ല. ഞാൻ പറയാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ്റെ പാരായണത്തിന് ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഖുർആനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അതിൻ്റെ പാരായണം അറിഞ്ഞിരിക്കണം. അതെല്ലാം ഇപ്പോൾ നമ്മൾ ഖുർആൻ്റെ പാരായണം, നമ്മൾ നമസ്കാരത്തിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ നമസ്കാരത്തിൻ്റെ അത് എഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ഡെയിലി കുറച്ച് നേരം ഖുർആൻ പാരായണം ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ തജ്വീദിൻ്റെ ക്ലാസ്സുകൾ വളരെ ബേസിക്സ് ആണ്. തജ്വീദ് ഇത് മാത്രമല്ല, ഇത് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടൻറ്റ്. അത്യാവശ്യം നമുക്ക് ഒരു നല്ല രീതിയിൽ തന്നെ ഖുർആൻ ഓതാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ, ഇൻഷാ അല്ലാഹ്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ നിങ്ങളുടെ അഡ്രസ്സ് ചെയ്യുന്നതാണ്.
ഇതാണ് ആക്ച്വൽ ക്വസ്റ്റ്യൻ. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് വരാം. ഞാൻ ലാസ്റ്റ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ. കോമൺ മിസ്റ്റേക്ക് ഉണ്ടായത് ത ദാൽ ത. ഇതിൽ പ്രത്യേകിച്ച് ത തോലാണ്. ത ത ഒരേ സ്ഥലത്ത് തന്നെയാണ്. നാക്കിൻ്റെ തുമ്പ് ഈ രണ്ട് പല്ലുകളുടെ മുകൾ ഭാഗത്തു നിന്ന് ത വരും, അവിടെ തന്നെയാണ് ത. ത തോൻ്റെ ഡിഫറൻസ് ഇതാണ്. ത ലൈറ്റാണ്. ത ത ത. ഇത് ത ത ത ത ത ത ത ത. ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. തുവ പല ആൾക്കാരും തുവാലേക്ക് തന്നെ പോകണേന്. അത് നിങ്ങൾ റെക്ടിഫൈ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ത ത. ഇത് ത ത ത. ഓക്കെ. രണ്ടാമത്തത് ഒരു കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുള്ള ഹർഫ് ദ്വാദ് ആയിരിക്കും. ദ്വാദ് നാക്ക് ഇതാണെങ്കിൽ നാക്കാണ്. നമുക്ക് ഏതെങ്കിലും സൈഡ് ചൂസ് ചെയ്യാം, റൈറ്റോ ലെഫ്റ്റോ. ഞാൻ ചൂസ് ചെയ്ത റൈറ്റാണ്. അപ്പോൾ എനിക്ക് ഏതെങ്കിലും സൈഡ് ചൂസ് ചെയ്യാം. ഈ സൈഡ് ഇതിന് മേളിൽ അണപ്പല്ലുകളുണ്ട്. ആ പല്ലുകൾ മുകളിലേക്ക് മുട്ടിക്കാം. ഇപ്പം 1 2 3 അല്ലെങ്കിൽ ഇവിടെ നിന്ന് 1 2 3 ഈ ഇവിടെ നിന്നുള്ള 3 പല്ലുകൾ, ഈ 3 പല്ലുകൾ ഇത് വേണ്ട. ബാക്കിയുള്ള പല്ലുകൾ നിങ്ങൾക്ക് ഏത് സൈഡ്, ഇപ്പോൾ ഈ സൈഡാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൻ്റെ പല്ലുകളുടെ മുകളിലേക്ക് മുട്ടിക്കാം. ഈ സൈഡാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സൈഡുകളുടെ പല്ലിൻ്റെ മുകളിലേക്ക് നാക്കിൻ്റെ ഈ സൈഡ് മുട്ടിക്കുക. അല്ലെങ്കിൽ 2 സൈഡല്ല, ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ആ സൈഡ് നിങ്ങൾക്ക് മുട്ടിക്കാം. ഓക്കെ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പല ആൾക്കാർക്കും ഇത് വീഴ്ച വരുന്നുണ്ട്. ഡെയിലി പ്രാക്ടീസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഫോണ്ടൻ്റ് മാറ്റി. പിന്നെ ഉറക്കി ഓതാം. നമ്മൾ ചിലപ്പോൾ ഒരു സമയം ഒരു സമയം കണ്ടെത്തിയിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് ഉറക്കി തന്നെ ഓതണം. അൽഹംദുലില്ലാഹി. ഇപ്പം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നമ്മൾക്ക് തെറ്റായ രീതിയിൽ നമ്മൾ ഓതണം. അപ്പം ഉറക്കെ ഇഹ്ദിന സിറാത്തുൽ തൽ തൽ തൽ. അവിടെ തന്നെ ഒരു 5 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല. അതാണ് നമ്മൾ ലക്ഷ്യം. ഓതി പോലല്ല ലക്ഷ്യം. നമ്മൾ പഠിച്ച ഹർഫുകൾ നിങ്ങൾക്ക് ഇനിയും സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓരോ ദിവസങ്ങളും ഓരോ അക്ഷരങ്ങൾ, ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ദിവസം 3 എണ്ണം, രണ്ടാമത്തെ ദിവസം 3 എണ്ണം, അങ്ങനെ അക്ഷരങ്ങൾ തരാനുള്ള കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകാമെന്നാണ്. അപ്പോൾ നമ്മൾ ഒരു ക്ലാസ് പെർഫെക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പോകണ്ട. നമ്മൾ ഇപ്പോൾ ചാനലിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് സൗകര്യമുള്ള സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് കണ്ടാൽ മതി. അപ്പം ഓരോ ദിവസത്തെ ക്ലാസ്സുകളും അത് പ്രാക്ടീസ് ആക്കിയിട്ടാണ് അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകാൻ വേണ്ടി. അതിന് ഒരു സമയം കണ്ടെത്തണം, ഫിക്സ് ചെയ്യണം. റമദാൻ വരണേണ്. ഇനിയിപ്പോൾ 2 ആഴ്ച പോലും ഇല്ല. അപ്പോൾ നല്ലൊരു അവസരമാണ്. നമ്മൾ ഒരു 2 ആഴ്ച തന്നെ ഒരു വലിയൊരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. അപ്പം ഖുർആൻ പാരായണം നമ്മൾ റമദാനിൽ ചെയ്യുമ്പം തജ്വീദോടെ തന്നെ നമ്മൾ പാരായണം ചെയ്യാൻ എന്താ പറയുക, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. ഓക്കെ. പിന്നെ ഈ ആയത്ത് സൂറത്തുൽ ആറാഫിൻ്റെ 163-ാമത്തെ ആയത്താണ്. നമ്മളൊരു സഹോദരൻ അദ്ദേഹം ലൈക്ക് ഈ ഒരു ആയത്ത് ഓതിയിട്ട് അതിൻ്റെ മിസ്റ്റേക്സ് തിരുത്താൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഇങ്ങനൊരു ആയത്ത് ഒരു റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് മാഷാ അല്ലാഹ് അദ്ദേഹം ഓതി. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യാം. നിങ്ങളൊന്ന് ഓതി നോക്ക് എങ്ങനെയുണ്ട് സൂറത്തുൽ ആറാഫിൻ്റെ. ഇപ്പോൾ ഇവിടെ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആൻ എടുത്ത് സൂറത്തുൽ ആറാഫ് 7-ാമത്തെ സൂറത്താണ്, 163-ഉം 64-ഉം. ഓക്കെ. അപ്പം ഞാൻ ഒന്ന് പാരായണം ചെയ്യാം. അതിനർത്ഥവും ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് ആ ആയത്തുകൾ ഓതാൻ. അപ്പോൾ അപ്പോൾ ഞാൻ ഒന്ന് ഓതാം. നിങ്ങൾ സൗകര്യം പോലെ ഒരു ഹോംവർക്ക് പോലെ നിങ്ങൾ ഓതിയാൽ മതി ഇൻഷാ അല്ലാഹ്. എന്നിട്ട് എങ്ങനെ ഉണ്ടായി എക്സ്പീരിയൻസ് വേണമെങ്കിൽ കമൻസിലിടാം. أعوذ بالله من الشيطان الرجيم. واسألهم عن القرية التي كانت حاضرة البحر
إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون وإذ قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون. واسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون. وإذ قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون. ഓക്കെ, അപ്പോൾ നിങ്ങളും ഈ രണ്ടായത്തൊന്നും പാരായണം ചെയ്ത് നോക്ക്. അതിലും കുറേ നിയമങ്ങൾ വരുന്നുണ്ട്. പിന്നെ പക്ഷേ വളരെ വളരെ നമുക്ക് കുറേ ലെസൺസ് ഈ രണ്ടായത്തുകളിൽ കൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ആയത്ത് ഞാനിപ്പോൾ ഓതും, അതിന് അർത്ഥം ഇടുന്നുണ്ട്. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്ന ഉസ്താദ്മാരനോട്, ഇപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് പോകാൻ പറ്റില്ല, എല്ലാവരും വീട്ടിലായിരിക്കും, ലോക്ക്ഡൗൺ സിറ്റുവേഷനാണ്, നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കുക. നമുക്ക് അറിഞ്ഞിരിക്കണം ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന്, അല്ലേ? അപ്പം നിങ്ങളുടെ ടാസ്ക് ഇതാണ്. നിങ്ങളായിട്ട് ബന്ധമുള്ള ആലിമീങ്ങൾ, ഉസ്താദ്മാർ, അവരുടെ അടുത്ത് വിളിച്ചു ചോദിക്കുക ഈ ആയത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഖുറാൻ്റെ പാരായണമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ ഖുറാൻ പാരായണം, അതിൻ്റെ റൂളിങ്സ്, അതിൻ്റെ തജ്വീദ് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കിത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا. وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا. Okay, وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا. ഇവിടെ ഇഖ്ലാബാണ്, തൻവീന് ശേഷം അല്ല, തൻവീന് ശേഷം മീമ വന്ന് ഹിജാബം മസ്തൂറയിൽ, സോറി ഇഖ്ലാബ് അല്ല, ഏതാണ്? യർമലൂൻ്റെ മീമാണ് വന്നേക്കുന്നത്. അപ്പം ഹിജാബം മസ്തൂറ ഒരു പ്രാവശ്യം കൂടെ ഓതി. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഈ ഹിജാബ്, ഈ മറ, ഒരു ഇൻവിസിബിൾ മറ, അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ഉസ്താദ്മാരുടെ അടുത്ത് ചോദിക്കാം. നിങ്ങൾക്ക് കമൻസിൽ അതിന് റിപ്ലൈ ഇടാം. നമുക്ക് ഒരു എൽമ് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ടാസ്ക് ആയിക്കോട്ടെ, ഒരു വൈറൽ ടാസ്ക് ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا. ഈ ആയത്ത് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉസ്താദിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം നമ്മൾ റെഗുലർ ക്ലാസ്സിൽ കാണാം. ജസാക്കല്ലാഹു ഖൈറൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.